എല്ലാവർക്കും സ്റ്റോറി മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ കളിപ്പൻ്റെ കാന്താര എന്ന സ്റ്റോറീൻ്റെ 3rd പാർട്ടാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കേൾക്കാത്ത ആൾക്കാർ വേഗം ചെന്ന് ഈ വീഡിയോൻ്റെ തൊട്ടടുത്ത വീഡിയോ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ബാക്കി എന്താണെന്ന് അറിഞ്ഞാലോ? ആദി, വേണ്ടടാ, ഞാൻ ചെയ്ത തെറ്റിന് എൻ്റെ പാസ്റ്റാണ് തനിക്ക് അറിയേണ്ടതെങ്കിൽ ഞാൻ പറയാം. ഞാൻ അത്രയും പറഞ്ഞ് ഗീതുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ മുഖത്ത് ഗൗരിയെപ്പറ്റി അറിയാനും അതിലുപരി എൻ്റെ പാസ്റ്റ് അറിയാനുള്ള ആകാംക്ഷ ഞാൻ കണ്ടു. അതെന്നെ കുറച്ച് വർഷം പിന്നിലേക്ക് ചിന്തിപ്പിച്ചു. +2 കഴിഞ്ഞ് ഞാനും ആദിത്യനും ഓരോ കോളേജിൽ ഓരോ കോഴ്സിന് തന്നെ ചേർന്നു. കാരണം ഞാനും അവനും ഫ്രണ്ട്സായ നാൾ തൊട്ട് ഞങ്ങളുടെ ഇഷ്ടങ്ങൾ ഒന്ന് തന്നെയാണ്. ജീവിതത്തിൽ എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ കഴിയുന്ന നിമിഷങ്ങൾ ലഭിക്കുന്നത് കോളേജ് കാലഘട്ടത്തിലാണല്ലോ. ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായാണ് ഞാനും ആദ്യം കോളേജിലെത്തിയത്. സ്വാഭാവികമായും ഏകദേശം കോളേജുകളിലെല്ലാം ഫസ്റ്റ് ഇയേഴ്സിന് വലിയ റോളൊന്നും ഇല്ലല്ലോ. സീനിയേഴ്സ് പറയുന്നതിനപ്പുറം പോകാൻ ആരുമൊന്നും ഭയക്കും. വീട്ടിൽ അച്ഛനെയും അമ്മയും അനുസരിക്കാത്ത ആദ്യ പോലും സീനിയേഴ്സിൻ്റെ റാങ്കിന് മുന്നിൽ പേടിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് ചിരി വന്നിട്ടുണ്ട്. ആകെ ഫസ്റ്റ് ഇയറിലുണ്ടായ സന്തോഷം കുറച്ച് കൂട്ടുകാരെ കിട്ടി എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ആരൊക്കെ എൻ്റെ ജീവിതത്തിൽ കൂട്ടുകാരായി വന്നെങ്കിലും ആദ്യയോടൊപ്പം എത്താൻ ആർക്കുമായില്ല. അങ്ങനെ കോളേജ് ലൈഫിലെ ആദ്യ വർഷം ഒന്നുമില്ലാതെ തീർത്തു. എടാ, ദാ ആദ്യ വന്ന് നിൽക്കുന്നു. നീ ഇന്ന് കോളേജിൽ പോകുന്നില്ലേ? എത്ര നേരമായി കുളിക്കാൻ കയറിയിട്ട്? കുളിമുറിയിൽ തല തുറത്ത് നിന്ന ഞാൻ അമ്മയുടെ ശബ്ദം കേട്ട് പുറത്തേക്കിറങ്ങി. ഇവനെന്താ ഇന്ന് നേരത്തെ? ഞാൻ അതും ആലോചിച്ച് അടുക്കള വഴി വീടിൻ്റെ അകത്തേക്ക് കയറി. 3 മുറിയും ഒരു കൊച്ചു ഹോളും അടുക്കളയുമുള്ള ഒരു ചെറിയ ഓടിട്ട വീടാണ് എൻ്റേത്. അമ്മ എനിക്ക് കൊണ്ടുപോകാനുള്ള ചോറെടുക്കുന്ന ധൃതിയിലാണ്. ഞാൻ ഹാളിൽ കയറിയപ്പോൾ ആദി എന്നെയും കാത്ത് ഹാളിലെ കസേരയിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ നേരെ പുറത്തേക്കിറങ്ങി ആകാശത്തേക്ക് നോക്കി. എന്താടാ നീ മാനത്ത് വായം പൊളിച്ച് നോക്കി നിൽക്കുന്നേ? ആദിത്യൻ ഞാൻ നോക്കുന്നത് കണ്ട് ചോദിച്ചു. അല്ലടാ, കാക്ക വല്ലതും മറന്ന് പറക്കുന്നുണ്ടോ എന്ന് നോക്കിയതാ. ഞാൻ അതും പറഞ്ഞ് ചിരിച്ചു. നീ എന്താ എന്നെ കളിയാക്കുവാണോടാ? ആദി അല്പം പരിഭവത്തോടെ ചോദിച്ചു. അല്ല പിന്നെ, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ നിന്നിറങ്ങി ഒരു 10-15 വട്ടം വിളിച്ചാൽ മാത്രമേ ബൈക്കും കൊണ്ട് വരുന്നവൻ ഇന്ന് നേരത്തെ എത്തിയാൽ പിന്നെ അത് വലിയ കാര്യമല്ലേ? ഞാൻ അതും പറഞ്ഞ് റൂമിൽ കയറി ഡ്രസ്സ് മാറി. ശേഷം അമ്മ തന്ന ചോറെടുത്ത് ബാഗിൽ വെച്ചു. എടാ വാ, വേഗം പോണം. ആദി തിരക്ക് കൂട്ടി. ഇവൻ എന്താന്നാ ഇത്? എടാ, സമയമായിട്ടില്ലല്ലോ, ഞാൻ അവനോട് പറഞ്ഞു. എടാ, ഇന്ന് നേരത്തെ പോണം. ആദി അതും പറഞ്ഞ് പുറത്തേക്കിറങ്ങി. ഞാൻ ബാഗുമെടുത്ത് അമ്മയോട് യാത്രയും പറഞ്ഞ് പുറത്തിറങ്ങി. അവൻ്റെ ബൈക്ക് ഞാനെടുത്തു. അവൻ പുറകിൽ കയറി. എന്താടാ ഇന്ന് നേരത്തെ പോകണമെന്ന് വാശി പിടിക്കുന്നേ? അല്ലെങ്കിൽ താമസിച്ചു പോകാനല്ലേ നീ പറയാറുള്ളത്? ഞാൻ ബൈക്ക് ഓടിക്കുന്നതിനിടയിൽ ആദിയോട് തിരക്കി. എടാ, ഇന്ന് കോളേജിലെ എല്ലാ എണ്ണവും നേരത്തെ എടുത്തു. അതെന്താ? എടാ പൊട്ടാ, ഇന്നാണ് കോളേജിൻ്റെ ഫസ്റ്റ് ഇയർ ക്ലാസ് തുടങ്ങുന്നത്. നീ അത് മറന്നോ? അവൻ അതും പറഞ്ഞ് ഒരു കള്ളച്ചിരി ചിരിച്ചു. എടാ ആദി, അപ്പോൾ പുതിയ പെൺപിള്ളേരെ വായി നോക്കണം, അതാണല്ലേ നിന്റെ ലക്ഷ്യം? ഫസ്റ്റ് ഇയറിന് ഇന്നാണ് ക്ലാസ് തുടങ്ങുന്നതെന്നുള്ള കാര്യം ഞാൻ ഓർത്തേയില്ല. ഞാനത് പറഞ്ഞ് ചിരിച്ചു. ഓ, നീ കൂടുതലൊന്നും ചിരിക്കേണ്ട. ഫസ്റ്റ് ഇയർ വെച്ച് പറഞ്ഞതൊന്നും നീ മറന്നിട്ടില്ലല്ലോ. എന്ത് പറഞ്ഞെന്നും? ഞാനൊന്നും അറിയാത്ത പോലെ ചോദിച്ചു. മോനെ അജയ്, നീ കൂടുതൽ ഉരുണ്ട് കളിക്കല്ലേ. നീയല്ലേ പറഞ്ഞത് സെക്കൻഡ് ഇയർ ആകുമ്പോൾ ഫസ്റ്റ് ഇയറിൽ വരുന്ന ഒരു പെണ്ണിനെ വളക്കാമെന്ന്? അല്ല, പ്രേമിക്കാമെന്ന്. ആ കാര്യത്തിൽ ഞാൻ ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കും മോനെ. ആദി ഒരു വാശിയോടെ എന്നോട് പറഞ്ഞു. ഡാ ഒന്ന് പോടാ, നീയെല്ലാം കൂടി ഫസ്റ്റ് ഇയറിൽ വെച്ച് എനിക്ക് പെൺകുട്ടികളുടെ മുഖത്ത് നോക്കി ഇഷ്ടമാണെന്ന് പറയാൻ പേടിയാണ്. ഞാനൊരു പേടിത്തൊണ്ടനാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രേമിച്ചേ തീരൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ രക്ഷപ്പെടാൻ അങ്ങനെ പറഞ്ഞതല്ലേടാ.
ഞാനത് പറഞ്ഞ് ചിരിച്ചു. ആ, നീ ചിലപ്പോൾ കളിയായിട്ടായിരിക്കും പറഞ്ഞത്, പക്ഷെ അഖിലും നന്ദുവൊക്കെ അത് സീരിയസ് ആയി എടുത്തിട്ടുണ്ട്. നിനക്കുള്ള പണി അവന്മാർ ഇന്ന് തന്നെ തരും. അതും പറഞ്ഞ് ആദ്യം ഒന്ന് ഇരുത്തി ചിരിച്ചു. എൻ്റെ നെഞ്ചിൽ ഒരു ഇടിമിന്നൽ പാസ് ചെയ്ത ഫീല്. ദൈവമേ, ഇന്ന് അവന്മാർ എന്നെ തീർക്കോ? ഞാനത് മനസ്സിൽ പറഞ്ഞതും കോളേജ് എത്തിയിരുന്നു. പതിവില്ലാത്ത കാഴ്ചകൾ ഞാൻ കോളേജിൻ്റെ മുന്നിൽ കണ്ടു. കുളിക്കാത്തതും നനക്കാത്തതും സമയത്ത് കോളേജിൽ വരാത്തതുമാരിന്ന് അണിഞ്ഞൊരുങ്ങി കോളേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ സ്റ്റാച്ചുവായി നിൽക്കുന്നുണ്ട്. എനിക്കത് കണ്ടപ്പോൾ ചിരിയാണ് വന്നത്. ഞാൻ നേരെ ബൈക്ക് കോളേജ് ക്യാമ്പസിൽ പാർക്കിംഗ് ഏരിയയിൽ ഒതുക്കി. ഞാനും ആദ്യം നേരെ ക്ലാസ്സിലേക്ക് പോയി. പിന്നെയാണ് അതൊരു അബദ്ധമായി എനിക്ക് തോന്നിയത്. കാരണം ഞാൻ വരുന്നതും കാത്ത് നന്ദുവും അഖിലും അമലും ക്ലാസ്സിലുണ്ടായിരുന്നു. ഡാ, ഇവനെ നേരത്തെ എത്തിക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണോ കൊണ്ടുവരുന്നേ? ആദിത്യനെ കണ്ടപാടെ നന്ദു തിരക്കി. ആഹാ, അപ്പോൾ ഇതൊക്കെ പ്ലാനിങ് ആണല്ലേ? ഞാൻ ആദിയുടെ മുഖത്തോക്കി ചോദിച്ചു. എടാ, പ്ലാനിങ് എല്ലാം ഞങ്ങളുടേതാ. അതും പറഞ്ഞ് എന്നെ വലിച്ചുകൊണ്ട് 3 പേരും കൂടി കോളേജിൻ്റെ ഫ്രണ്ട് ഏരിയയിൽ ബൈക്ക് പാർക്ക് ചെയ്യുന്നിടത്തേക്ക് എന്നെ കൊണ്ടുവന്ന് നിർത്തി. ഒന്നും അറിയാത്ത ഭാവത്തിൽ ആദിത്യനും ഞങ്ങളുടെ പിന്നാലെ വന്നു. ഇവന്മാർ എന്തായാലും എന്നെ വിടുന്ന ലക്ഷണമില്ല. ദൈവമേ, തല്ല് പാസാക്കി ഇവന്മാർ എനിക്ക് വാങ്ങിച്ചു തരുമോ എന്ന് മനസ്സിലാലോചിച്ച് തൊട്ടടുത്ത് സ്റ്റാൻഡിലിട്ട് വെച്ചിരിക്കുന്ന അമലിൻ്റെ ബുള്ളറ്റിൻ്റെ പുറത്ത് ഞാൻ കയറിയിരുന്നു. ചുറ്റും നിരീക്ഷിച്ചപ്പോൾ ഉള്ളിൽ ചിരിയാണ് വന്നത്. പുതിയതായി വരുന്ന പെൺപിള്ളാരെ വായി നോക്കുന്ന ഒരു കൂട്ടം പേര്. സീനിയേഴ്സ് എന്ന അധികാരത്തോടെ വരുന്ന പിള്ളേരെ പേടിപ്പിച്ച് വിരട്ടുന്ന മറ്റു ചില കൂട്ടം. ഒന്നാലോചിച്ചപ്പോൾ എൻ്റെ ചങ്കുകളും ഞാനും ഇതിൽ പങ്കാളികളല്ല എന്ന് മനസ്സിലാലോചിച്ചപ്പോൾ എനിക്ക് എന്നോട് തന്നെ അമർഷം തോന്നി. നീ എന്താണ് ആലോചിക്കുന്നേ? വരുന്ന ഏതെങ്കിലും പെൺകുട്ടിയോട് നീ ഇഷ്ടമാണെന്ന് ഇന്ന് തന്നെ പറയണം. എൻ്റെ തലക്കിട്ട് ഒരു കൊട്ടം തന്ന് നന്ദു ഇത് പറഞ്ഞപ്പോൾ ഞാൻ അറിയാതെ മെയിൻ ഗേറ്റിലേക്ക് നോക്കി. എൻ്റെ കണ്ണ് എവിടെയോ ഉടക്കി. എൻ്റെ കണ്ണ് പോയി നിന്നത് ഒരു പെൺകുട്ടിയിലാണ്. വെളുത്ത് അത്യാവശ്യത്തിന് വണ്ണവും പൊക്കവുമുള്ള ഒരു പെൺകുട്ടി. മഞ്ഞ ടോപ്പും ജീൻസും ഷോളുമാണ് അവളുടെ വേഷം. തോളിൽ ഒരു ചെറിയ ബാഗും. അരവരെ എത്തുന്ന അവളുടെ കാർക്കൂന്തൽ ബാഗിനിടയിലൂടെ കിടക്കുന്നു. ഐശ്വര്യം തുളുമ്പുന്ന അവളുടെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരിയുമുണ്ട്. ഷീ വാസ് സോ ബ്യൂട്ടിഫുൾ. ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞെങ്കിലും അത് ശബ്ദമായി എൻ്റെ നാവിലൂടെ പുറത്തേക്ക് വന്നു. എന്നെയും ഞാൻ നോക്കിയ പെൺകുട്ടിയെയും മാറി മാറി നോക്കുന്ന എൻ്റെ കൂട്ടുകാരെയാണ് പിന്നെ ഞാൻ കണ്ടത്. അവന്മാർ ഞാൻ പറഞ്ഞത് കേട്ടു എന്ന് ഉറപ്പാണ്. അപ്പോൾ ആ പെൺകുട്ടി ഫിക്സ്. ഉടനെ തന്നെ നന്ദു പറഞ്ഞു. എടാ എടാ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. അവന്മാരുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ പറഞ്ഞു നോക്കി. ഓ, ചുമ്മാ നുണ പറയാതെടാ. നീ ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടിയെ കണ്ടിട്ട് ഇങ്ങനെ പറയുന്നത്. ഞങ്ങൾ അത് ഫിക്സ് ചെയ്തു. അവളോട് നീ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലെങ്കിൽ നിന്നെ ക്ലാസ്സിലിട്ട് ഞങ്ങൾ നാറ്റിക്കും മോനെ, അമൽ ഒരു വാശിയോടെ പറഞ്ഞു. നല്ല കൂട്ടുകാരി. കഴിഞ്ഞ വർഷം ഞാൻ അവന്മാർക്ക് കൊടുത്ത പണികൾക്ക് കൂലിയായി എനിക്കിട്ടവന്മാർ ഒരു ഉഗ്രൻ പണിയാണ് തന്നത്. ഞാൻ ആലോചിച്ചു, ആദിത്യൻ എന്തോ പോയ അണ്ണാനെ പോലെ നിൽക്കുകയാണ്. ഞാൻ മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ മുന്നിൽ കൂടി പോയ ആ പെൺകുട്ടിയെ നന്ദു വിളിച്ചു. അവൾ എന്താണെന്നറിയാനായി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. എന്താ ചേട്ടാ? അവൾ ഒരു ഭയവും കൂടാതെ ചിരിച്ചുകൊണ്ട് നന്ദുവിൻ്റെ അടുത്ത് കാര്യം തിരക്കി. ദാ, ഇവന് തന്നോടെന്തോ പറയാനുണ്ടെന്ന് എന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നന്ദു ഉടനെ തന്നെ മറുപടി പറഞ്ഞു. അവൾ എൻ്റെ മുഖത്തേക്ക് നോക്കി. എൻ്റെ ശക്തി മൊത്തം ചോർന്നു പോകുന്ന പോലെ എനിക്ക് തോന്നി. ഡാ, ചോദിക്കടാ, അമൽ എന്നോട് പറഞ്ഞപ്പോഴാണ് ഞാൻ തിരിച്ച് സ്വഭാവത്തിലേക്ക് എത്തിയത്. ഒരു ദീർഘശ്വാസം വലിച്ചു വിട്ട് ഞാൻ ശക്തി ശേഖരിച്ചു. എന്താ തൻ്റെ പേര്? ഞാൻ ചോദിച്ചു. ഗൗരി, ഒരു പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു. അപ്പോഴേക്കും എൻ്റെ മുതുകിൽ കൈമുറുക്കിയുള്ള ഒരു ഇടി കിട്ടി. അത് നന്ദുവാണ്. ഞാൻ അവളോട് ഇഷ്ടമാണെന്ന് പറയണമെന്ന് ഓർമ്മപ്പെടുത്താനായിരുന്നു ആ അടി. ഞാൻ എൻ്റെ പോക്കറ്റിലിരുന്ന ഒരു പേന എടുത്ത് നിലത്തേക്കിട്ടു. അതിങ്ങെടുക്ക്, ഞാൻ ഗൗരിയോട് പറഞ്ഞു.
അവൾ ചിരിച്ചുകൊണ്ട് ആ പേന എടുക്കാനായി കുനിഞ്ഞതും അവളുടെ തലമുടിയിൽ വെച്ചിരുന്ന ഒരു ചുവന്ന റോസാപ്പൂ ഞാൻ കൈകൾ കൊണ്ട് വലിച്ചെടുത്തു. അവൾ അവളുടെ തലമുടിയിൽ കൈകൾ കൊണ്ട് പിടിച്ച് വേദനയോടെ എന്നെ നിവർന്നു നോക്കി. ഐ ലവ് യു. ഞാൻ ആ റോസാപ്പൂ അവളുടെ നേരെ നീട്ടി അവളോട് പറഞ്ഞു. അവളുടെ മുഖത്തെ ചിരി മാറി മറ്റേതോ ഭാവം വന്നു. ചെറിയ ദേഷ്യം കലർന്ന ഭാവമായിരുന്നു അത്. എൻ്റെ കയ്യിൽ നിന്നും ബലമായി ആ റോസാപ്പൂ പിടിച്ചു വാങ്ങിയ ശേഷം അവൾ തിരിഞ്ഞ് കോളേജിനകത്തേക്ക് നടന്നു. അവൾ നടന്ന് കോളേജ് ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് കയറും മുമ്പ് അവൾ ദേഷ്യം കലർന്ന ഭാവത്തിൽ എന്നെ ഒന്നുകൂടി നോക്കി. ഭാഗ്യത്തിന് കോളേജിലെ ബാക്കി കുട്ടികൾ അവിടെ തിരക്കിൽ മുഴുകിയിരിക്കുന്നത് കൊണ്ട് നടന്നതൊന്നും കണ്ടില്ല. ഞാൻ എൻ്റെ കൂട്ടുകാരെ നോക്കിയപ്പോൾ വായിൽ കൈപൊത്തി ചിരിക്കുന്നതാണ് ഞാൻ കണ്ടത്. എടാ തെണ്ടികളെ, എന്നെ അവളുടെ മുന്നിൽ നാണം കെടുത്തിയപ്പോൾ നിനക്ക് സന്തോഷമായില്ലേടാ? ഞാൻ ചെറിയ സങ്കടത്തോടെ അതും പറഞ്ഞ് ബൈക്കിൽ നിന്നും താഴെ ഇറങ്ങി കോളേജിലേക്ക് നടന്നു. അവന്മാരപ്പോഴും ഞാൻ ചമ്മുന്നതോർത്ത് ചിരിച്ചോണ്ട് നിൽക്കാണ്. എടാ അജയ്, നിക്ക്, ഞാനും വരുന്നു. ആദി അതും പറഞ്ഞ് ഓടി വന്ന് എൻ്റെ തോളിലൂടെ കൈയിട്ടു. എടാ, എന്നാലും നീ ഇതിന് കൂട്ടു നിന്നില്ലേടാ? ഞാൻ വിഷമത്തോടെ ആദിയോട് ചോദിച്ചു. എടാ, ഞാനൊന്നും അറിഞ്ഞതേ അല്ല. നിന്നെ നേരത്തെ എത്തിക്കാൻ അവന്മാർ പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിങ്ങനെ ഒരു പണിയാകുമെന്ന് ഞാൻ കരുതിയില്ലടാ. സോറി, അവൻ ഒരു സങ്കടത്തോടെ പറഞ്ഞു. നീ എന്നോട് എന്തിനാടാ സോറി പറഞ്ഞേ? ഒന്ന് പോടാ. ഞാൻ എൻ്റെ സങ്കടങ്ങളെല്ലാം മാറ്റി ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. സത്യം പറയടാ, നിനക്കവളെ ഒത്തിരി ഇഷ്ടമായില്ലേ? ഒരു കള്ളച്ചിരിയോടെ ആദ്യം എന്നോട് ചോദിച്ചു. നിനക്കത് എങ്ങനെ മനസ്സിലായടാ? ഞാനൊരു ചെറു നാണത്തോടെ അവനോട് ചോദിച്ചു. മോനെ അജയ്, നിന്നെ ഇന്നോ ഇന്നലെ കണ്ട് തുടങ്ങിയതല്ലല്ലോ ഞാൻ. നിന്റെ കൂട്ടുകൂടിയ ശേഷം നീ ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടിയെ കണ്ടിട്ട് അവൾ ബ്യൂട്ടിഫുൾ ആണെന്ന് പറയുന്നേ. പക്ഷേ ഞാനവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നുടാ, ഞാൻ ആദിയോട് പറഞ്ഞു. അത് സാരില്ലടാ, നിന്നെ ഏത് പെണ്ണാ ഇഷ്ടപ്പെടാത്തത്? എടാ ആദി, ഒന്ന് പതുക്കെയൊക്കെ തള്ളടാ. ഞാനത് പറഞ്ഞതും ഞാനും ആദിയും ഒരുമിച്ച് പൊട്ടിച്ചിരിച്ചു. അങ്ങനെ ഞങ്ങൾ ക്ലാസ്സിലെത്തി. ക്ലാസ്സിലെത്തിയപ്പോൾ ക്ലാസ്സിൽ പെൺകുട്ടികൾ മാത്രം, ആൺകുട്ടികൾ ആരുമില്ല. നിങ്ങളെന്താ വായി നോക്കാൻ പോകുന്നില്ലേ? ക്ലാസ്സിൽ നിന്ന ടീച്ചർ ഞങ്ങളോട് ചോദിച്ചു. ഓ, ഇന്നത്തേക്ക് മതിയാക്കി ടീച്ചർ, ഇനി നാളെ ആകാം. ഞാൻ അതും പറഞ്ഞ് എൻ്റെ സീറ്റിലിരുന്നു. ടീച്ചർ ഉൾപ്പെടെ പൊട്ടിച്ചിരിക്കുന്നതാണ് ഞാൻ കണ്ടത്. ആദ്യം വന്ന് എൻ്റെ അടുത്തിരുന്നു. അങ്ങനെ ഇൻ്റർവെല്ലായി. നോക്കിയപ്പോൾ ക്ലാസ്സിലെ ആൺപടകൾ മൊത്തം കൂട്ടമായി ക്ലാസ്സിൽ വന്ന് എൻ്റെ മുന്നിൽ നിന്നു. ഞാൻ എന്താണെന്ന് അറിയാൻ വേണ്ടി നോക്കി. എടാ അജയ്, വാടാ, ഫസ്റ്റ് ഇയർ ക്ലാസ്സിൽ കയറണം. ഉച്ചവരെ സമയമുണ്ട്. വന്നപാടെ അമൽ എന്നോട് പറഞ്ഞു. എന്തിനാടാ, റാഗിങ് ആണോ? ഞാൻ കാര്യം തിരക്കി. എടാ, റാഗിങ് ഒന്നും അല്ല, ജസ്റ്റ് ഒന്ന് പരിചയപ്പെടൽ. നീ ഇല്ലാതെ എങ്ങനെയാടാ? ഓ, ഞാൻ വരുന്നില്ലടാ, എനിക്കൊരു മൂഡില്ല. എടാ, ഒന്ന് വാടാ, നീയല്ലേ ക്ലാസ് റെപ്പ്, അപ്പോൾ നീ തന്നെ സംസാരിച്ച് തുടങ്ങണം. അമൽ അത് പറഞ്ഞപ്പോൾ ആദ്യത്തിനും പോകാമെന്ന് ആംഗ്യം കാണിച്ചു. എന്നാ വാ, പോയേക്കാം. ഞങ്ങളങ്ങനെ ഫസ്റ്റ് ഇയർ ക്ലാസ്സിലേക്ക് പോയി. ഞങ്ങളുടെ ക്ലാസ് കഴിഞ്ഞ് ആ വരിയിലെ മൂന്നാമത്തെ ക്ലാസ് ഫസ്റ്റ് ഇയർ ക്ലാസ്സാണ്. ഞങ്ങൾ ക്ലാസ്സിലെത്തിയപ്പോൾ അഞ്ജന ടീച്ചർ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനോട് സംസാരിക്കുകയായിരുന്നു. ടീച്ചറെ, ഇനി ഞങ്ങളുടെ ടൈമാണ്. ഞാൻ ടീച്ചറോട് ക്ലാസ്സിന് പുറത്ത് നിന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് പാട്ട് ഞാൻ വേഗം തന്നെ ഇടാട്ടോ. എല്ലാവരും കാത്തിരിക്കുക. കൂടാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തും ചാനലും സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.